ഹായ് ഹലോ. ഹായ്. ഞാൻ ലീവ് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടേ. ഇപ്പം എൻ്റെ റൂമിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ശോകമാണ്, എന്നാലും ഞാൻ കാണിക്കാം. കണ്ടില്ലേ, ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇതെന്താ ഉപ്പ് ഇങ്ങനെ ആയത്? ഗേസ് അതിന് കാരണം അച്ചാമ്മയാണ് ഈ റൂം ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. അമ്മാമ്മയുടെ തുണിയാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. ഞാനിപ്പോൾ ഇപ്പം ലീവ് കഴിഞ്ഞ് അങ്ങ് പഠിക്കുന്നിടത്ത് പോയാലും അമ്മാമ്മയാണ് റൂമിൽ കിടക്കാറില്ല. പക്ഷെ പുള്ളിക്കാരുടെ തുണിയാണ് ഇതെല്ലാം. ഇതാണ് ഞങ്ങളുടെ അലമാര കുറച്ച് ഇതായതാണല്ലോ. കുറച്ചധികം പ്രായമുണ്ട്, ഓൾഡാണ്. അപ്പം ഈ അലമാരയിലാണ് എൻ്റെ കുറച്ച് ഡ്രസ്സും പിന്നെ കുറച്ച് ബുക്കും പിന്നെ അമ്മാമ്മയുടെ തന്നെ കുറച്ച് സാരികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെക്കാൻ സ്ഥലമില്ലാന്നും പറഞ്ഞാൽ പുള്ളിക്കാരി ഇവിടെ എല്ലാം കാണിച്ചു തന്നില്ലേ, ഇവിടെ എല്ലാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാറ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ എന്താ, റൂം ക്ലീനിങ്. ഇന്നെല്ലാം വൃത്തിയാക്കിയുള്ള ഇന്നത്തെ പരിപാടി. ഇതെല്ലാ പ്രാവശ്യവും ഞാൻ ലീവ് കഴിഞ്ഞ് ചെയ്യുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്തിടാം. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, അപ്പം വീഡിയോ ഒക്കെ എടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് നല്ല കൺഫ്യൂഷനാണ് ഗൈസ്. കാരണം അങ്ങനെയാണ് ഇപ്പോൾ ഈ റൂമിൻ്റെ അവസ്ഥ കിടക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഈ സൈഡ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടാണ് അമ്മാമ്മേൻ്റെ ബ്ലൗസും പാവാടയും അങ്ങനത്തെ സാധനങ്ങൾ. എന്താ പറയുക, കുറേ സാരിയൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക്. അപ്പം അതെല്ലാം ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം അത് നമുക്ക് ആദ്യം ചെയ്യാം. കാരണം അതാണ് അമ്മാമ്മയ്ക്ക് എപ്പോഴും എടുക്കുന്ന സാധനം. അതുകൊണ്ട് അതൊന്നും എടുത്ത് വേറൊരു സ്ഥലത്തോട്ട് മാറ്റാൻ പറ്റത്തില്ലല്ലേ. ഇതിപ്പം വൃത്തിയാക്കുമ്പോൾ വന്ന് നമ്മുടെ അടുത്ത് ഓരോ തുണി കണ്ടില്ലെന്നൊക്കെ പറയും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യരുത്. സെറ്റാക്കണം. ഓക്കെ, അപ്പം തുടങ്ങാം. ഇതൊക്കെ മടക്കാം, നമുക്കിതെല്ലാം മുടക്കാം. കമോൺ എല്ലാവരും ഓണാവുക. നല്ല ബ്ലൗസാണ്. ഞങ്ങൾ ചില സമയത്ത് റീലൊക്കെ എടുക്കാനൊക്കെ പോസ്റ്റ് ഇടാൻ റീലൊക്കെ സാരി കൊടുക്കുന്ന എടുക്കില്ലേ. അമ്മാമി എന്ന് പറയുന്നത് എന്താ പറയാ, ആളിവിടെ റൂം അങ്ങനെ യൂസ് ചെയ്യത്തില്ല. പക്ഷെ തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ്. ഇതിപ്പോ എവിടെ എടുത്ത് വെക്കുമെന്നൊരു പിടിയും ഇല്ല. എന്നാലും എന്തൊക്കെ ചെയ്യാം. കുറെ സാരി ഉണ്ട്, ഇതൊക്കെ മടക്കി തന്നെ ഇരിക്കും. അമ്മാമ ഇതെല്ലാം മടക്കിയാണ് വെച്ചിരിക്കുന്നത്. എല്ലാം മടക്കി വെച്ചേക്കാം. പക്ഷെ ഇത് വെച്ചേക്കുന്ന രീതി എന്ന് പറയുമ്പോൾ കതവ് തുറന്നു വന്നു കഴിഞ്ഞാൽ ഇതാ ഞങ്ങളുടെ കതവ്. ഇത് ഡോറ് തുറന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇതാ. അപ്പൊ ഇതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി പറക്കി വെക്കണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം അല്ലേ. ഇതെല്ലാം ഞങ്ങൾ ഒതുക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. ഒതുക്കുന്നതും കാണിക്കാം. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ക്യാമറ വെക്കാനും അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും സെറ്റ് ആവാത്തതുകൊണ്ട് ഇപ്പൊ ഒരു പരിമിതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാമേ. അപ്പൊ എന്തായാലും ഒന്ന് ഒതുക്കിയിട്ട് വരാം. അങ്ങനെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓൾമോസ്റ്റ് മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അലമാരയുടെ പൊസിഷൻ ഒന്ന് മാറ്റണം, ഈ കട്ടിലൊന്ന് ചേഞ്ച് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ചെയ്യാല്ലേ. ബാക്കി ചെയ്ത് കാണിക്കാം. ഈ അലമാര ഇങ്ങോട്ട് മാറ്റണം. എന്നിട്ട് പുറത്തുള്ള സാധനങ്ങളെല്ലാം കൂടെ മടക്കി സെറ്റാക്കി അകത്ത് കയറ്റണം. ഇനിയുണ്ട് പരിപാടിയുണ്ട്. നല്ല ക്ഷീണിച്ചല്ലേ. കാണിക്കാം, പിന്നെ കാണിച്ചിട്ടില്ല ഒന്നും. ഞങ്ങൾ നല്ല വൃത്തിയാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. അത് ഇച്ചിരി കൂടെ സെറ്റാക്കിയിട്ട് എല്ലാം എടുത്ത് വെക്കുന്നത് വീഡിയോയിലിടാം അല്ലേ. വീർത്ത് ഞങ്ങള് ഒരുവിധം ഒതുക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, കട്ടിലിൻ്റെ പൊസിഷനും കണ്ണാടിയുടെ ഒരു ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. കണ്ണാടിയുടെ പൊസിഷനൊക്കെ മാറ്റി. ഇനി പുറത്ത് ഇവിടെ ഇതിനകത്ത് ഇരുന്ന സാധനങ്ങളൊന്നും ഇതല്ല. ആവശ്യമുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണ്ടാത്തൊക്കെ എടുത്ത് കളയണം. അമ്മാമ്മ ഇല്ലാത്ത ടൈമിൽ ചെയ്യാൻ പറ്റും. കാരണം ഉള്ള ടൈമിൽ ഇതൊന്നും കളയാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം വേണമെന്നും പറഞ്ഞ് എടുത്ത് വയ്ക്കും. ഇതിപ്പോൾ അമ്മാമ്മ വീട്ടിലില്ലാത്ത സമയത്ത് ഞങ്ങൾ ചെയ്യുന്നതാണ്. ഒരു പരുവായിട്ടുണ്ട്. ഞങ്ങളെന്തായാലും മെത്തയൊക്കെ സെറ്റ് ആക്കിയപ്പോഴത്തേക്കും കുറച്ച് ബെഡ്ഷീറ്റ് വിരിച്ചിടാന്ന് കരുതി. ഇതൊന്നും ഇവിടെ വിരിച്ചിടത്തില്ല. കാരണം ഇവിടെ അങ്ങനെ ബെഡ്ഷീറ്റ് ഒന്നും സെറ്റ് ആക്കാറില്ല. കാരണം ഈ റൂം അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. അമ്മാമ്മ ഇവിടെ അല്ല കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മെത്ത എന്തായാലും ഞാൻ ഇവിടെ വന്നതിന് ഞാൻ ഈ റൂമിലാണ് കിടക്കാറ്. അപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റൊക്കെ സെറ്റ് ആക്കാമെന്ന് കരുതി കിട്ടിയൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇതിനി ഇതൊന്നും
ചേരുന്നൊന്നും ഇല്ല, എന്നാലും വിരിച്ചിട്ടുണ്ട് ഗൈസ്. ഒന്ന് കാണി കുക്കു നമുക്ക് കൊള്ളാവോന്ന്. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ ഒതുക്കിയെങ്കിലും ഈ മടക്കി വെക്കുന്നതും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഇതിൽ വീഡിയോയിൽ എടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ എടുക്കുന്ന ഈ വൃത്തിയാക്കുന്ന ടൈമിൽ അതിനൊന്നും സമയമില്ലായിരുന്നു, പെട്ടെന്ന് വൃത്തിയാക്കി മാറ്റണം. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്ത് വെക്കാനായാലും അങ്ങനത്തെ സംഭവം നോക്കിയില്ല. ഈ പറയുന്നത് മാത്രമേ ഇതിലുള്ളൂ, ഒതുക്കാൻ പോണോ ചെയ്യുന്നത് അതൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വൃത്തിയാക്കുന്നതൊന്നും ഞാനത് കാണിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ലേറ്റായിട്ടാണ് ഇത് ചെയ്യാൻ ഇറങ്ങിയത്. പറഞ്ഞില്ല, അമ്മാമ്മ ഇല്ലാത്ത ടൈമിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ ഇച്ചിരി കുറച്ച് പാടായിരുന്നു. എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ എന്താ ഒക്കെ ചെയ്യണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.